3 മക്കളെയും ഉപേക്ഷിച്ചു. ആ കാമുകന്റെ കൂടെ പോയി. അവസാനം ഇപ്പോൾ ആത്മഹത്യ ചെയ്തു. ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ എത്ര സഹോദരിമാർ നമ്മൾ എത്ര പറഞ്ഞാലും കണ്ടാലും കേൾക്കുന്നത്. പ്രവാസിയുടെ ഭാര്യയായിരുന്നു. അത് ഫാഷൻ ഡിസൈനർ പഠിക്കാൻ പോയപ്പോൾ അവിടെ ആദിലെന്ന ഒരു ചങ്ങായിയുമായിട്ട് എന്തായി ടച്ചായി. പിന്നെന്തായി മക്കളെ ഉപേക്ഷിച്ചു അവൻ്റെ കൂടെ പോയി. ഈ ഒരുപാട് സ്ത്രീകളുണ്ട് പ്രവാസികളുടെ ഭാര്യ അൽഹംദുലില്ലാ ഒരുപാട് നല്ല ക്ഷമയോടെ ജീവിക്കുന്നു, അല്ല ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു, ശരീരഭാഗങ്ങൾ ആരും കാണിക്കാതെ ഒരു ഇതിലും പോകാതെ എത്രയോ ക്ഷമയോടെ ജീവിക്കുന്ന സഹോദരിമാർക്കുണ്ട്. അവർക്ക് അള്ളാഹ് ക്ഷമയെ നിലനിർത്തി കൊടുക്കട്ടെ. എന്ത് പറഞ്ഞാൽ ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. എത്ര മാത്രം നമ്മൾ ക്ഷമിച്ചു ജീവിക്കുന്നു, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു എത്ര ബുദ്ധിമുട്ട് പ്രയാസമുണ്ടെങ്കിൽ അതൊന്നും അറിയാതെ സന്തോഷം കൊടുക്കുന്ന ഒരുപാട് ചില പ്രവാസി ഭാര്യമാർ തന്നെ കൂടുതൽ എന്താണ് ഭർത്താവില്ലാത്ത സ്ഥലത്ത് വേറെ ഫാഷൻ ഡിസൈനർ അവിടെ പഠിക്കാൻ പോകുന്നു. അവിടെ ഒരുപാട് ഞരമ്പ് രോഗികളുണ്ട്. ഇവരൊക്കെ വിചാരിക്കുന്നത് ഈ പ്രവാസിയായ ഭർത്താക്കന്മാർ കൂടുതലായിട്ട് റൊമാൻറ്റിക് ആവുന്നില്ല, പറയുന്നില്ല, ഐ ലവ് യു പറയുന്നില്ല, സ്നേഹവാക്കുകൾ പറയുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഞരമ്പ് രോഗികൾ നാട്ടിൽ ഒരുപാടുണ്ട്. അവരൊക്കെ എന്താണ് ഡ്രഗ്സിന് അടിമയായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഭാര്യമാരുണ്ട്, അവർക്ക് ഒരുപാട് കാമുക. അതൊന്നും അവർ ഒളിപ്പിച്ച് വെച്ച് ഇവരെന്ത് പഞ്ചാര വാക്കുകൾ പറഞ്ഞിട്ട് ഇവരൊന്ന് കിടപ്പറയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പറയുമ്പോൾ ഈ സ്ത്രീകൾ ബുദ്ധിയില്ലാതെ അത് ചിന്തിച്ച് ഇവിടെ എന്നോട് കൂടുതൽ സ്നേഹമുണ്ട്, ഭർത്താവ് പറയാത്ത ഒരുപാട് വാക്കുകളൊക്കെ പറയുന്നുണ്ട്, ക്യാരിങ് തരുന്നുണ്ട് എന്ന് പോയി എടുത്ത് ചാടി അവസാനം അവിടെ പോയിട്ടാകുമ്പോൾ മനസ്സിലാകുന്ന ഈ ചങ്ങായി ഡ്രഗ്സിന് അടിമയായി. അങ്ങനെയാണ് ഈ ഹസന എന്ന സഹോദരിക്കും പറ്റിയത്. അയാൾ ഹാദിലി എന്ന് പറയുന്ന സഹോദരി മാരകമായ ഡ്രഗ്സിന് അടിമയായിരുന്നു. ഇവിടെ പോയി പെട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇങ്ങനെ ഡൈവേഴ്സിലൊക്കെ പോയി എന്നാണ് പറയുന്നത്. ഭർത്താവ് പിന്നെ അറിഞ്ഞതിന് ശേഷം ഒന്ന് മക്കളെ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അതെങ്ങനെ പറ്റുന്നു? മക്കളെ ഓർത്തെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത സഹോദരിമാർ ദിവസത്തെ സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാസിയായ ഭർത്താക്കന്മാർ നിങ്ങളോട് നല്ല സ്നേഹവാക്കുകൾ പറയുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് അവർ എല്ലാ സ്വപ്നങ്ങളും ത്യജിച്ച് മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അധ്വാനിക്കുന്ന ആ ഒരു അധ്വാനമുണ്ടല്ലോ, അത് 1 കോടിക്കണക്കിന് ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹം. ഈ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വാക്കുകൾ പറയാനോ നിങ്ങളെ കെയറിങ് ചെയ്യാനോ പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവർ കെയർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്. അവർക്കും ഇങ്ങനെയെല്ലാം ജോലി ഉപേക്ഷിച്ച് നാടിൽ ഊരിത്തണ്ടി പെണ്ണുങ്ങൾക്ക് ലൈൻ അടിക്കാനും പഞ്ചാരവാക്കുകൾ പറയാനും അറിയാഞ്ഞിട്ടല്ല. എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കൊരു മക്കളുണ്ട് എന്ന് അവരുടെ എല്ലാ സ്വപ്നങ്ങളും ത്യജിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ കാമുകന്മാർ എന്താണ് ചെയ്യുന്നത്? അവൻ ഒരു ദിവസത്തിന് ഒരു കറണ്ട് ബില്ലടക്കാൻ, ഒരു റീചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് പൈസ തരില്ല. അവൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് ബെഡിൽ കിട്ടാൻ വേണ്ടിയാണ്, അവൻ്റെ കാമ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അവരെല്ലാവരും ഞരമ്പ് രോഗികൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പ്രിയ സഹോദരിമാരെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇതുവരെ അങ്ങനെ ഓടിപ്പോയ ഒരാളും ജീവനോടെ ഇന്നില്ല. എല്ലാവരും ആത്മഹത്യ ചെയ്തു. ഈ ഹസന എന്ന സഹോദരി മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഉമ്മാക്ക് ഫോണ് വിളിച്ചു ഒരുപാട് കരഞ്ഞു പറഞ്ഞു, എത്ര ഉമ്മ ഞാൻ എല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വരികയാണ് ഉമ്മ, എനിക്ക് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ് ആ ഒരു മണിക്കൂറിന് ശേഷമാണ് മരണവാർത്ത കേൾക്കുന്നത്. അത് ആത്മഹത്യയായിരുന്നില്ല, അത് കൊലപാതകമാണെന്നാണ് ഈ പറയാൻ കഴിഞ്ഞത്. ഈ ഡ്രഗ്സ് മാഫിയുടെ എല്ലാ കാര്യം ഞാൻ വെളിപ്പെടുത്തുമെന്ന് ഹസന ആദിൽ എന്ന സഹോദരൻ ഫോണ് വിളിച്ച് പറയുന്ന ശബ്ദരേഖ അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അവന് മാത്രമല്ല അവൻ്റെ കൂടെ ഒരുപാട് സുഹൃത്തുക്കളും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ഈ സഹോദരി എടുത്തിട്ടുണ്ടാവും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്രയും മാരകമായ ഞരമ്പ് രോഗികൾ പ്രവാസികളെ ഭാര്യയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഭർത്താക്കൾ എല്ലാം ടാർഗറ്റ് ചെയ്ത് ഒരുപാട് പെണ്ണുങ്ങളെ കൊടുക്കുന്നുണ്ട്. പുരുഷന്മാരെ ഞരമ്പ് രോഗികളെ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ എന്ത് നേടി? ആ സഹോദരി പോലെ അതുപോലുള്ള പാവപ്പെട്ട പ്രവാസികളുടെ ഭാര്യമാരെ നിങ്ങൾ ട്രാപ്പിലാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് 3 മക്കൾക്ക് ഉമ്മയില്ലാതാവുന്നു. ആ പ്രവാസിയുടെ എത്ര മാനസികമായ ബുദ്ധി. അങ്ങനെ നിങ്ങൾ ഓരോ ഞരമ്പ് രോഗികളും നിങ്ങളൊരു പെണ്ണിനെ കമൻ്റ് അടിക്കുമ്പോൾ, ലൈൻ അടിക്കുമ്പോൾ, അവരെ നിങ്ങൾ ലക്ഷ്യം വെക്കുമ്പോൾ, ഡിസൈനർ പഠിക്കാൻ വരുമ്പോൾ, ഏതൊരു പെണ്ണിനെയും നിങ്ങൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ വശീകരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇതൊരു പ്രവാസിയുടെ ഭാര്യയാണ്, ഇതെൻ്റെ കയ്യിലേക്ക് കിട്ടിയാൽ ആ പ്രവാസിക്ക് ആ ഭാര്യയെ നഷ്ടപ്പെടും, മക്കൾക്ക് ഉമ്മയെ നഷ്ടപ്പെടും, അവരുടെ കുടുംബം കണ്ണീരിലാകും. അതുകൊണ്ട് എനിക്ക് ഈ ഹറാമായ ബന്ധം വേണ്ട, എനിക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള എനിക്കൊരു പെണ്ണുണ്ടാകും, ഞാൻ ആ പെണ്ണിനെ മാത്രം നിക്കാഹിലൂടെ കല്യാണം കഴിക്കും. ഏതൊരു ബന്ധം ഹലാലായ നിക്കാഹിലൂടെ കല്യാണം കഴിച്ചോ അവർക്ക് ഒരുപാട് ക്ഷമ ഉണ്ടാവും, ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും, പക്ഷേ അവിടെ ഒരു ബർക്കത്തുണ്ടാവും. എത്ര പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കുടുംബജീവിതം സന്തോഷത്തോടെ അത് ഹലാലാണ്. പക്ഷേ ഹറാമിന് ബന്ധത്തിൽ 2 ദിവസം ആയുസ് പോലും ഉണ്ടാവില്ല. 2 ദിവസത്തിൻ്റെ കാമഭ്രാന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എല്ലാ സുഖവും പോയി. അവിടെ പിന്നെ ദാമ്പത്യം, അവിടെ സ്നേഹം അതൊന്നും ഉണ്ടാവില്ല. അവിടെ സ്നേഹങ്ങൾക്കല്ല
ഉണ്ടാവില്ല. അവിടെ കാമത്തിന് മാത്രമാണ് പ്രാധാന്യം, ഹലാലല്ലാത്ത ബന്ധങ്ങൾക്ക് എന്ന്. സഹോദരിമാരും അതുപോലെ സഹോദരന്മാരും ഒരുപാട് നിങ്ങൾ ഇപ്പോൾ ഈ ലക്ഷ്യം വെച്ച് പോകുന്നില്ലേ, പ്രവാസിയുടെ ഭാര്യമാർ കിട്ടണം, ഇന്ന് നല്ല ഡിസൈൻ പഠിക്കുന്നവരുള്ള പെണ്ണുകൾ കിട്ടണം, കോളേജിലും പോയി അവിടെ ഇവിടെ പോയി കമൻ്റ് അടിക്കുന്ന എല്ലാ സഹോദരന്മാരും ദയവ് ചെയ്ത് നിങ്ങൾക്ക് കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിൽ, ഇതുപോലുള്ള ഒരു കണ്ണീര് ഒരു കുടുംബത്തിലാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ ഒരു പെണ്ണിനെയും നിങ്ങൾ കമൻ്റ് അടിക്കാനോ ലൈൻ അടിക്കാനോ വശീകരിക്കാനോ പോകരുത്. പെണ്ണുങ്ങൾ അവർ ബുദ്ധിയില്ലാത്തവരോട് കുടുങ്ങും. പക്ഷെ ആ പെണ്ണ് നിങ്ങൾ വലയിലായാൽ എത്ര കുടുംബമാണ് നശിച്ചു പോകുന്നത്. ആ മക്കൾക്ക് ഉമ്മ ഇല്ലാതായി പോയി, ആ ഉമ്മാക്ക് മകളിനെ നഷ്ടപ്പെട്ടു, ആ ഭർത്താവിന് ആ മക്കളുടെ ഉമ്മയെ നഷ്ടപ്പെട്ടു. എത്ര ദുഃഖം, അത് താങ്ങാൻ കഴിയാത്ത ദുഃഖം. അതിന് കാരണക്കാരനാവുന്നത് പുരുഷന്മാരായ ഞരമ്പ് രോഗികളായ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. ബുദ്ധിയില്ലാത്ത ഒരുപാട് സ്ത്രീകൾ നിങ്ങളുടെ ഈ പഞ്ചാരവക്കം കിട്ടി വന്നേക്കാം. പക്ഷെ ആ വരുമ്പോൾ ഒരു കുടുംബം തകരുന്നതെന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും അതുപോലുള്ള ട്രാപ്പിലേക്ക് ഒരു പെണ്ണിനെ കൂട്ടാൻ, ഡ്രഗ്സിന് അടിമയാകാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹോദരിമാർക്ക് നല്ല ബോധം കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു സന്മാർഗ്ഗം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.